അങ്ങനെയല്ല മക്കളെ, അവർ തിരിച്ചു വന്നാൽ നിങ്ങൾ നേരെ ചെന്ന് അവരോട് സംസാരിക്കേ. പക്ഷെ എനിക്ക് ഇത്തവണ അറിയാം, തീർച്ചയായും അവർ നിങ്ങളോട് ഫ്രണ്ട്ഷിപ്പ് കൂടും എന്ന്. കുറച്ചു നേരം കഴിഞ്ഞ് എല്ലാ പറവകളും അവിടെ വന്നത് അവർ രണ്ടുപേരും കണ്ടു. അതിലുള്ള ഒരു ചുവപ്പ് പറവയുടെ ചിറകുകളിൽ കറുത്ത പാടുകൾ ഉണ്ടായിരുന്നു. അത് വൃത്തികേടായി തോന്നി. അയ്യോ, എന്താ ഇത് ഇങ്ങനെ കറുത്ത പാടുകളൊക്കെ ഉള്ളത്? എന്തിനാ നീ ആ കുഴിക്കുള്ളിൽ ചെന്നത്? കാറ്റ് വേഗം വീശിയപ്പോൾ ഞാൻ അതിലേ പോയതാ. അതിലുള്ള കറുത്ത നിറം ഇതിലൊട്ടി. ഇപ്പൊ ഇത് പോകുമോ ഇല്ലയെന്ന് പോലും അറിയില്ല. എല്ലാ പറവകളും ഇത് ആലോചിച്ച് വിഷമിച്ചു. അപ്പോഴാണ് ടീനു മീനു രണ്ടുപേരും വന്നത്. നിങ്ങൾ ആരും വിഷമിക്കണ്ട, നീ ഇതിനു മുന്നേ എത്ര ഭംഗിയായിരുന്നോ, അതേപോലെ നിന്നെ ഇപ്പൊ ഞങ്ങൾ മാറ്റാം. പക്ഷേ ഞങ്ങളെ എന്തിനാ നിങ്ങൾ സഹായിക്കുന്നത്? ഇതുവരെ നിങ്ങളെ ഞങ്ങൾ ഫ്രണ്ട്സായി പോലും സ്വീകരിച്ചിട്ടില്ല. പക്ഷേ ഇപ്പൊ ഈ കാട്ടിൽ തന്നെ നിങ്ങളാണ് ഭംഗിയുള്ള പറവകൾ. നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ സഹായം വാങ്ങാവോ? അങ്ങനെ ഒന്നുമില്ല. നമ്മൾ എല്ലാ പറവകളും ഭംഗിയാണ്. നമ്മൾ ആരും വലുതല്ല, ആരും ചെറുതുമല്ല. അത് കേട്ട് ടീനു പറഞ്ഞു, എന്റെ ആഗ്രഹം എന്തെന്നാൽ ഈ ചുവന്ന പക്ഷിയുടെ മേലുള്ള കറുത്ത പാടുകൾ പോകണം. അത് എപ്പോഴും പോലെ ഭംഗിയായി കാണണം. അങ്ങനെ പറഞ്ഞതും വജ്രത്തിൽ നിന്ന് വന്ന വെളിച്ചം ആ ചുവന്ന പക്ഷിയിൽ തട്ടിയതും അതിന്റെ കറുത്ത പാടുകൾ മാറി. അത് കണ്ട് അവിടെയുള്ള എല്ലാ പറവകളും ആശ്ചര്യപ്പെട്ടു. ഞങ്ങളോട് ക്ഷമിക്കൂ ടീനു മീനു. ഞങ്ങൾ നിങ്ങളെന്ന് വന്നപ്പോൾ ഒരുപാട് ഇൻസൾട്ട് ചെയ്തു. അതോർത്ത് ഞങ്ങൾ വിഷമിക്കുന്നു. ഇന്നു മുതൽ നമുക്ക് ഫ്രണ്ട്സ് ആകാം. അത് കേട്ട് രണ്ടുപേരും സന്തോഷിച്ചു, തലയാട്ടി ശരിയെന്നും പറഞ്ഞു. അത് കേട്ട് എല്ലാ പറവകളും സന്തോഷത്തോടെ പറന്നുപോയി. ടീനു മീനുവിന്റെ അമ്മ വളരെ സന്തോഷത്തോടെ ആ കൂട്ടിൽ നിന്ന് കുട്ടികൾക്ക് ബൈ ബൈ പറഞ്ഞു.